ഫ്രണ്ട്സ്, നമ്മൾ വന്നിരിക്കുന്നത് സിസ്കോയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ സിസ്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അറിയാത്തവരാണെങ്കിൽ കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി കോർപ്പറേഷൻ ആണ്. ഇതൊരു അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള MNC കമ്പനിയാണ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അപ്രന്റീഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചത്. അപ്രന്റീഷിപ്പ് പ്രോഗ്രാമിന് ഒരുപാട് ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നെല്ലാം വിശദമാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിസ്കോയിലേക്ക് ഒക്കെ എന്താണ്, ഇപ്പോൾ നമുക്ക് ബാംഗ്ലൂരിലാണ് ഇത് നിലവിൽ വാക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതിലേക്കുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം, BA or BTech അല്ലെങ്കിൽ എനി ഗ്രാജുവേഷൻ ഓർ ഡിപ്ലോമയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് BA or BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, ഡിപ്ലോമ ഉള്ളവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് എക്സാം ഫീയോ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ കൊടുക്കേണ്ടതില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ മുതൽ എന്ത് ചെയ്യാം, ഏറ്റവും പെട്ടെന്ന് ഇതിനൊരു കട്ട് ഓഫ് ഡേറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ഒന്നും പറയുന്നില്ല അപ്ലൈ ചെയ്യാൻ. നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്ന ലിങ്ക് കൊടുക്കും. താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്ലൈ ഓൺലൈൻ. അതിൻ്റെ താഴെ നോട്ടിഫിക്കേഷൻ ഉണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്യുക കൊടുക്കാം. അപ്പോൾ സിസ്കോയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ കാണാം റൈസിംഗ് ടാലൻറ്റ് ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ബാംഗ്ലൂരിലാണ് ലൊക്കേഷൻ വരുന്നത്. ഇതിന് ജോബ് ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്രന്റീസ്ഷിപ്പാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളോട് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, അത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന അതിൻ്റെ ഒരു നേട്ടം എന്തായിരിക്കും എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഒന്നോ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യമോ അതിൻ്റെ ഒരു കോമ്പിനേഷനോ നമുക്ക് അവിടുന്ന് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതായത് സോൾവ് പ്രോബ്ലം യൂസിങ് ടെക്നോളജീസ് ആൻഡ് ഡിറ്റർമിൻ ദ ബെസ്റ്റ് സൊല്യൂഷൻ ഫോർ കസ്റ്റമേഴ്സ്, റിവ്യൂ നെറ്റ്വർക്ക്, അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പ്രോഗ്രാം ഡീൽസ് ഫ്രം ഇൻട്രോഡക്ഷൻ, ഡിസ്കവറി, അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഡെവലപ്സ്, ടെസ്റ്റിംഗ്, ട്രബിൾ ഷൂട്ടിംഗ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഡീബഗ്ഗിങ്, സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ്, അങ്ങനെ ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സ്കില്ലുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്ന് നിങ്ങൾക്ക് ഈ അപ്രന്റീസ്ഷിപ്പ് കഴിയുന്നതോടെ നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് 3 year ഡ്യൂറേഷനുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ ഡിപ്ലോമയാണ്. അപ്പോൾ നിങ്ങൾക്ക് 3 year ഡ്യൂറേഷനുള്ള ഡിപ്ലോമയോ ഡിഗ്രിയോ ഒക്കെ കഴിഞ്ഞവർക്ക്, ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഈ 2023 ഗ്രാജുവേറ്റ് ആയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അവരുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും അത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം കേട്ടോ. റിസൾട്ടൊക്കെ വന്ന് അങ്ങനെ 2023 നിങ്ങൾ ഗ്രാജുവേറ്റ് ആയവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു 12 months ആയിരിക്കും. അതായത് ഓഗസ്റ്റിൽ അത് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ, നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ട്രെയിനിങ് പീരീഡ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നിങ്ങൾക്ക് ഈ പറയുന്ന ടെക്നോളജിയോടൊക്കെ ഉള്ള ഒരു പാഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉള്ളവർക്കാണ് ഇത് കാര്യമുള്ളൂ, അല്ലാത്തവർക്ക് വെറുതെ നമ്മൾ പോയി ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഈ പറയുന്ന സിസ്കോ എന്നൊക്കെ പറയുന്നത് എന്ത് ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു താല്പര്യം കാര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ NATS ഉണ്ടല്ലോ, NATS നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് തരാം. ഈ ലിങ്ക് നമ്മുടെ നിങ്ങൾ ഈ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം കേട്ടോ, നമ്മുടെ സൈറ്റിൽ തരാം. ഓക്കെ, സൈറ്റിൽ നിങ്ങൾക്ക് NATS എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തന്നെ തരാം. ഓക്കെ, ജസ്റ്റ് ഞാൻ ഓപ്പൺ ലിങ്ക് അടിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് NATSൻ്റെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം. അപ്പോൾ NATS വഴിയാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. NATS നമ്മൾ എന്ത് ചെയ്യണം, എൻറോൾ ചെയ്യണം. അപ്പോൾ NATSൽ ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ സ്റ്റുഡൻറ്റ് രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ വേണം. എന്നിട്ട് അതൊക്കെ ഉണ്ട് യെസ് എന്ന് കൊടുത്തിട്ട് ബാക്കി എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ പറയുന്ന ഇമെയിലും മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് നമ്മൾ വെരിഫൈ ചെയ്ത് അതിനുശേഷം നമ്മൾ പ്രൊഫൈൽ ഇതിൽ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കൊരു യൂണിക് ആയിട്ടുള്ള ഒരു നമ്പർ, നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ ഇന്ന് കിട്ടും. ആ നമ്പറൊക്കെ നമ്മുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും NATSൽ രജിസ്റ്റർ ചെയ്യണം. NATSൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ സിസ്കോയുടെ വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനിത് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ വന്നിട്ട് ആ ജസ്റ്റ് രജിസ്ട്രേഷൻ ഓർ ലോഗിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സൈനിങ് ഓർ രജിസ്റ്റർ ഫോർ എ ന്യൂ യൂസർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൂടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾ ഓൾറെഡി സിസ്കോയിൽ നിങ്ങൾ ഇതിൻ്റെ കരിയറിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ റിട്ടേണിംഗ് യൂസർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഇമെയിലും പാസ്വേഡും വെച്ച് സൈൻ ഇൻ ചെയ്യാൻ പറ്റും. ഇനി ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ന്യൂ യൂസർ എന്നുള്ള ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം, നിങ്ങളുടെ ഇമെയിൽ ഇവിടെ കൊടുക്കാം. ജസ്റ്റ് ഞാൻ കാണിക്കാം. ദെൻ രജിസ്റ്റർ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റെസ്യൂം
അപ്ലോഡ് എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിലൊരു റെസ്യൂം എന്ത് ചെയ്യണം, നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ആ റെസ്യൂം അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ലിങ്ക്ഡിനിൽ നിങ്ങൾ നിങ്ങൾ അപ്ഡേറ്റഡ് റെസ്യൂം ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങളുടെ പ്രൊഫൈൽ വെച്ച് നിങ്ങൾക്ക് അങ്ങനെ അക്കൗണ്ട് കണക്റ്റ് ആക്കി അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് റെസ്യൂം ഇല്ലെങ്കിൽ വിത്തൗട്ട് റെസ്യൂം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ റെസ്യൂം എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്, ജസ്റ്റ് നമ്മുടെ ചാനൽ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് അപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു റെസ്യൂം എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് നമ്മൾ ഒരു 11 ദിവസം മുൻപ് നമ്മളുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിരുന്നു, നമ്മുടെ സൈറ്റിൽ തന്നെ തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസ്യൂം ഉണ്ടാക്കാനുള്ള ഐഡിയ കിട്ടും. അപ്പോൾ ഒന്നുകിൽ ആ റെസ്യൂം ഉണ്ടാക്കാൻ നിങ്ങൾ അതിനുശേഷം അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രം കമ്പ്യൂട്ടർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, ഫയൽ ഇട്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, കണ്ടിന്യൂ കൊടുത്താൽ മതി. ഇനി അതല്ല നിങ്ങൾക്ക് റെസ്യൂം ഇല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യണം, വിത്തൗട്ട് റെസ്യൂം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേജ് ലോഡാവും. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, അഡ്രസ്സ്, ഓക്കെ, പിന്നെ ഏത് ഏരിയയിലാണ് ഇൻട്രസ്റ്റ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങളത് ഫില്ല് ചെയ്ത് അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഇൻഫോ ആണ് വരുന്നത്, പിന്നെ നിങ്ങൾക്ക് സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ ആണ്, പിന്നെ ലാസ്റ്റ് വരുന്നത് ഫൈനൽ സബ്മിഷൻ. 4 സ്റ്റെപ്പാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് പോയാൽ മതി. എന്തെങ്കിലും നിങ്ങൾക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതോടെ നമ്മുടെ ഇൻസ്റ്റയിൽ കോൺടാക്റ്റും ചെയ്യുക. കമൻറ്റ് ചെയ്തോളൂ, എന്നിട്ട് നമ്മുടെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാ വീഡിയോയുടെയും താഴെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സിസ്കോനൊക്കെ നിങ്ങൾക്കറിയാം, ബാംഗ്ലൂരിലൊക്കെ അതിൻ്റെ ആ ഒരു ബിൽഡിംഗ് സ്ട്രക്ചറൊക്കെ അത്രയും വലിയൊരു സെറ്റപ്പാണ്. അപ്പം നിങ്ങൾക്ക് അമേരിക്കൻ ബേസ്ഡ് MNC ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിലേക്കൊക്കെ ജസ്റ്റ് ഒരു എൻട്രി ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു അപ്രന്റീസ്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കമ്പനികളിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരം വീഡിയോസൊക്കെ നമ്മൾ സാധാരണ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റു PSUവിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ പറയാറ്. പക്ഷേ ഇത്തരം കരിയറുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ ഇത്തരം ട്രെയിനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻ്റ് ഒക്കെ ചെയ്യുക, നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്കുകൾ ഞാനിവിടെ ആഡ് ചെയ്യാം, നമ്മുടെ നാറ്റ്സിൻ്റെയും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് റെസ്യൂം എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് അതിൻ്റെ ലിങ്കും അതിൻ്റെ ആ ഒരു എന്ത് ചെയ്യുക വീഡിയോസ് ഞാനിവിടെ എന്ത് ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിൽ തന്നെ തരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇത് മാക്സിമം ഇതിൻ്റെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. താങ്ക് യു.